ലോകത്തിന്റെ എണ്ണക്കപ്പലുകളുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് ഇന്ന് വെറുമൊരു എണ്ണ വ്യാപാര പാത മാത്രമല്ല, ആഗോള ഡിജിറ്റൽ ശൃംഖലയുടെ നിലനിൽപ്പിന് ആധാരമായ ഇടം കൂടിയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം മുറുകിയതോടെ ഹോർമുസിൽ ഇറാൻ ഏർപ്പെടുത്തിയ പ്രതിരോധം ലോകരാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കുകയാണ്. മാർച്ചോടെ ഈ പാതയിലൂടെ ചരക്ക് നീക്കം ഏതാണ്ട് നിലയ്ക്കുകയും ബ്രന്റ് ക്രൂഡ് ഓയിൽ വില $100 മുകളിലെത്തുകയും ചെയ്തു. എന്നാൽ എണ്ണവില വർധനയേക്കാൾ വലിയൊരു ഭീഷണി നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ആഗോള ഇന്റർനെറ്റ് ശൃംഖലയെ തന്നെ തകർത്തേക്കാം എന്നതാണ് ആ യാഥാർത്ഥ്യം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. നൂറുകണക്കിന് കിലോമീറ്റർ നീളമുള്ള ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഈ കടലിടുക്കിന് താഴെ കൂടിയാണ് കടന്നുപോകുന്നത്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡിജിറ്റൽ പാതയാണ് ലോകത്തെ ഡിജിറ്റൽ യുഗത്തിന്റെ നട്ടെല്ല്. നമ്മൾ നടത്തുന്ന ഓരോ ഇമെയിൽ ഇടപാടുകളും ബാങ്കിംഗ് സേവനങ്ങളും ഭൂരിഭാഗവും നടക്കുന്നത് ഉപഗ്രഹങ്ങൾ വഴിയല്ല, മറിച്ച് സമുദ്രത്തിനടിയിലുള്ള ഈ കേബിളുകൾ വഴിയാണ്. ആഗോള ഡേറ്റ ട്രാഫിക്കിന്റെ ഏകദേശം 37% കടന്നുപോകുന്ന ഈ മേഖലയിലെ തടസ്സങ്ങൾ ആഗോള വിനിമയത്തെ പൂർണ്ണമായും ബാധിക്കും. ഹോർമുസിലെ ഇറാന്റെ നീക്കങ്ങളും ചെങ്കടലിലെ ഹൂതി ആക്രമണ ഭീഷണിയും കാരണം ഇന്റർനെറ്റ് ട്രാഫിക് വഴിതിരിച്ചുവിടാനുള്ള സാധ്യതകളും ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ്. യുദ്ധക്കപ്പലുകളുടെ നീളവും ചരക്ക് കപ്പലുകളുടെ നങ്കൂരങ്ങളും ഈ കേബിളുകൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സംഘർഷ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കപ്പലുകളുടെ നങ്കൂരങ്ങൾ കേബിളുകളിൽ തട്ടി കേടുപാടുകൾ സംഭവിക്കാം. സാധാരണ നിലയിൽ ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കാവുന്ന ഇത്തരം തകരാറുകൾ യുദ്ധ സാഹചര്യത്തിൽ മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം. കേബിൾ അറ്റകുറ്റപ്പണി നടത്തുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം ഭീഷണി ഉയർത്തുന്നത് പ്രതിസന്ധി ഇരട്ടിപ്പിക്കുന്നു. ഇത് ഇന്ത്യയെ പോലുള്ള വളർന്നു വരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. യുഎയിലെയും സൗദിയിലെയും വമ്പൻ ഡേറ്റാ സെന്ററുകളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ IT മേഖലയും ബാങ്കിംഗ് സേവനങ്ങളും ഈ കേബിളുകൾ തകരുന്നതോടെ നിശ്ചലമാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ ആഗോള കമ്പനികൾ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ നിക്ഷേപങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഡേറ്റ ഹബായി ഗൾഫിനെ മാറ്റാനായിരുന്നു ഇവരുടെ നീക്കം. എന്നാൽ കേബിളുകൾ മുറിഞ്ഞാൽ ഈ ഡാറ്റാ സെന്ററുകൾ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട ദ്വീപുകളായി മാറും. ഇത് ആഗോള ക്ലൗഡ് സേവനങ്ങളെയും സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെയും പാടെ തകർക്കും. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ നീക്കങ്ങൾ എണ്ണവില വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ ഇരുട്ടിലാക്കുകയും ചെയ്യും. എണ്ണയ്ക്കും ഗ്യാസിനും അപ്പുറം ഡേറ്റയുടെ സുരക്ഷ കൂടി ഇന്ന് ആഗോള രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു.